ഹലോ, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഇന്ന് ഞാൻ വന്നത് ഒരു പുതിയ കഥയുമായിട്ടാണ്. എന്നാൽ നമുക്ക് പുതിയ കഥയിലേക്ക് കിടക്കാം. സമയം സന്ധ്യയായിരിക്കുന്നു. ബിയ്യങ്കായലിലെ ഓളങ്ങൾ സൂര്യൻ്റെ പൊൻകിരണമേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ശരത്തിനോട് ചോദിച്ചു, എന്താടാ നീ എന്നോട് എന്തോ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ നീ പറഞ്ഞില്ല, എന്താ കാര്യം? എന്തായാലും പറയ്, എന്താ? അപ്പം അവൻ പറഞ്ഞു, അത് തന്നെയാണ് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പറയാച്ചിട്ടിരിക്കുക, എന്താ എവിടെ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ടിരിക്കുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എവിടുന്നെങ്കിലും നീ തുടങ്ങും, കാര്യം എന്താണെന്നുണ്ട് പറയും. കാര്യം, അവൻ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ അവൻ്റെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടായി. മാമൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ചാച്ചനും അച്ചമ്മയും വയസ്സായിരുന്നു. അവർക്ക് പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയപ്പോൾ അച്ചാച്ചനും അച്ചമ്മയുടെയും എനിക്കും തുണയ്ക്ക് ഇവൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് മാമൻ്റെ വീട്ടിൽ ഇവനെ നിർത്തിയിരുന്നു. അങ്ങനെ ഇവൻ അച്ചാച്ചൻ്റെ അല്ലാതെ മാമൻ്റെ വീട്ടിൽ നിന്നായിരുന്നു സ്കൂളിലൊക്കെ പോയിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഇവൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ വീട്ടിൽ ഒരു വയലിൻ്റെ അപ്പുറത്ത്, അതായത് ആ ഒരു നടവരമ്പുള്ള ഒരു വയലുണ്ട്. ആ വയലിൻ്റെ അപ്പുറത്ത് വീട്ടിൽ നിന്നൊരു പെൺകുട്ടി, വനജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവൻ്റെ കൂടെ ഇവൻ്റെ അതേ ക്ലാസ്സിൽ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ സ്കൂളിൽ ഡെയിലി ഇവർ രണ്ടാളും കൂടിയിട്ടാണ് നടന്ന് സ്കൂളിൽ പോവുക. അങ്ങനെ ഇവർ നടന്ന് പോവും, സ്കൂളിൽ പോവും. ഒരു 5ാം ക്ലാസ് വരെ ഇവർ ഭയങ്കര ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയി. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്വല്പം തിരിച്ചറിവുകൾ വന്നപ്പോൾ അവർ തമ്മിൽ പ്രേമായി എന്നത് മറിച്ച് അവരുടെ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. പുതിയ വീട് കെട്ടണം, ഒന്നിച്ച് ജീവിക്കണം, 2-3 കുട്ടികൾ വേണം, കുറേ കാശുണ്ടാക്കണം, ഗൾഫിൽ പോകണം, അങ്ങനെ കുറേ അവരുടേതായ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട് നെയ്തു തുടങ്ങി. ഇവർ രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള സ്വപ്നങ്ങൾ 5ാം ക്ലാസ് മുതൽ അവർ ആ സ്വപ്നക്കൂട് നെയ്യിലൂടെ അങ്ങനെ അവർ വലുതായി. 10ാം ക്ലാസ്സായി, പ്രീ ഡിഗ്രി എത്തിയപ്പോൾ ശരത്ത് തോറ്റു, വനജ ജയിച്ചു. പിന്നെ വനജ തുടർന്ന് പഠിച്ചു. ശരത്തിൻ്റെ വിദ്യാഭ്യാസം ഏകദേശം പ്രീ ഡിഗ്രിയോടെ നിലച്ചു. അവൻ്റെ മോഹമായിരുന്നു ഗൾഫിൽ പോകണം. അതുകൊണ്ട് തന്നെ നാട്ടിലവൻ പണികളൊന്നും ശരിയായില്ല. ചെറിയ പണിക്കൊന്നും അവന് താല്പര്യമില്ല, അങ്ങനെ ഒന്നും പണിയൊന്നും ശരിയാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വനജ, അവൾ വയസ്സ് 22ആയി, 23ആയി, വീട്ടിൽ കല്യാണാലോചനകൾ പലതും വന്നു തുടങ്ങി. അപ്പോൾ വനജനെ കിട്ടണം, അതിനിപ്പോൾ എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം, ജോലി വേണം, കാര്യങ്ങൾ വേണം. അവൻ പെട്ടെന്ന് ഗൾഫിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ആർക്കൊക്കെയോ വിസയ്ക്ക് കാശ് കൊടുത്തു. അവൻ്റെ അമ്മയുടെ മാല പണയം വെച്ചു. 5-8 പവൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, അത് പണയം വെച്ചു. അങ്ങനെ അവൻ ഗൾഫിലേക്ക് പോയി. പോകുമ്പോൾ വനജയ്ക്ക് വാക്ക് കൊടുത്തു, എങ്ങനെങ്കിലും ഒരു കൊല്ലെങ്കിലും പിടിച്ചു നിൽക്കുക, നിന്നെ ഞാൻ കിട്ടും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് പോയത്. അവൻ ഗൾഫിലേക്ക് പോയി. ഒരു 6 മാസം കഴിഞ്ഞിട്ടും അവന് പണിയൊന്നും ശരിയായില്ല. അവിടെ ഗൾഫിലേക്ക് പോയി പണി ശരിയാവാതെ 5-6 മാസം ആയി. മറ്റുള്ളവരുടെ പൈസയിൽ, അതായത് റൂം ഷെയർ ചെയ്യാനൊക്കെ മറ്റുള്ളവർ അവന് സഹായിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് അവൻ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വനജയുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ പ്രശ്നങ്ങൾ, പലവരും കല്യാണം തിരഞ്ഞു വരുന്നു, കല്യാണ പ്രശ്നങ്ങൾ, ഇവൾ പലതും പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നു.
ഇവള് പറയുന്നു ശരത്തിനെ കല്യാണം കഴിക്കുള്ളൂ എന്നുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവസാനം ഇവൻ്റെ അച്ഛൻ പറഞ്ഞു, അതായത് വനജയുടെ അച്ഛൻ പറഞ്ഞു, ശരത്തിൻ്റെ ഒരു വാക്ക് കിട്ടണം, അവൻ നിന്നെ കെട്ടാമെന്ന്. അങ്ങനെ വനജയുടെ കത്ത് വന്നു. ഇവനിവിടെ ഗൾഫിൽ ജോലി കിട്ടാത്തതിൻ്റെ ആകെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. എങ്ങനെയെങ്കിലും ഒരു ജോലി, വീട്ടിൽ അച്ഛന് കടമുണ്ട്, അമ്മയ്ക്ക് സ്വർണം കെട്ട് താലി പണം വെച്ചിട്ടാണ് അവൻ വന്നിട്ടുള്ളത്, അതെടുത്തു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവളെ കല്യാണം കഴിക്കണം മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇവൻ ആകെ ഡിപ്രഷൻ ഇതടിച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവളുടെ എഴുത്ത്? ഇവൻ ആ ഏത് എഴുത്തിലും ഇവളുടെ എഴുത്തുകളിലൊക്കെ കല്യാണം കഴിക്കാനും മറ്റതും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്തുകളാണ്. ഇവൻ അതിനൊന്നും മറുപടി അയച്ചിട്ടില്ല. മറുപടി അയക്കാൻ ഇവന് മനസ്സൊന്നും ഫ്രീ ആയിട്ടില്ല. ഒരു ജോലി കിട്ടിയിട്ട് വേണം എല്ലാം വിശദമായി പറഞ്ഞ്, ഒന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് വിശദമായി എല്ലാം കുറിച്ചൊരു എഴുത്ത്, ഒരു നീണ്ട നിശ്വാസം പോലെ ഒരു ദീർഘമായൊരു എഴുത്തെഴുതണം എന്നവൻ വിചാരിച്ചു. അവസാനം ഇവനൊരു എഴുത്ത് കിട്ടി. അത് വനജയുടെ കല്യാണക്കത്തായിരുന്നു. അങ്ങനെ കല്യാണക്കത്ത് കിട്ടിയപ്പോൾ ഇവനാകെ മനസ്സാകെ വേദനിച്ചു. അവനിരുന്ന് കരഞ്ഞു. റൂമിൽ പലരും അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ജനുവരിയിലായിരുന്നു വനജയുടെ കല്യാണം. ജനുവരി 17 ജനുവരി 18 അവനൊരു ക്ലീനിങ് കമ്പനിയിൽ ജോലി കിട്ടി. വനജയുടെ കല്യാണം 17 കഴിഞ്ഞു. 18 അവന് ക്ലീനിങ് കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ അവൻ അവിടുത്തെ ജോലിക്ക് പോയി. അവിടുത്തെ മിടുക്കും കാര്യങ്ങളൊക്കെ ആയി അവൻ ഒരു 3-4 മാസം കൊണ്ട് ക്ലീനിങ് കമ്പനിയിൽ അവൻ ഹെഡായി. അതിലത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. അങ്ങനെ കുറേ ഒരു 5-8 മാസം, ഒരു കൊല്ലം, 1.5 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേനും അവൻ അത്യാവശ്യം നല്ല പൊസിഷനിലെത്തി. അവൻ സ്വന്തം ഒരു ക്ലീനിങ് കമ്പനി തുടങ്ങി. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്യണ ജോലി. അങ്ങനെ അവൻ അവിടെ അതിൽ സക്സസ്സായി. അവൻ നാട്ടിലേക്ക് ഒരു 1.5 കൊല്ലം ഇതൊക്കെ ക്ലീനിങ് കമ്പനിക്ക് കഴിഞ്ഞു. 1.5-2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നു. ഇവൻ 2 കൊല്ലമായല്ലോ നാട്ടിലേക്ക് വന്നിട്ട്. ഇവൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് വണ്ടിയിൽ പോവുക. ഹൈവേ തിരിഞ്ഞ് സൈഡിലൂടെ ഒരു ഇടവഴി പോലത്തൊരു ടാറിടാത്ത റോഡുണ്ട്. ആ റോഡിൽ കൂടെയാണ് പോയി തിരിയണം എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഹൈവേന്ന് അവൻ വണ്ടി ഇടവഴിയിലേക്ക് തിരിച്ചു. അപ്പോൾ അവൻ്റെ മുന്നിൽ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട്, അതായത് ഒരു ശോഭയൊന്നുമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ചെറിയ കുട്ടീനെയും തോളത്തിട്ടിട്ട് ഒരു ബാഗ് കൊടുത്തൊരു പെൺകുട്ടി നടന്നു പോകും. വഴി മാറാൻ വേണ്ടിയിട്ട് അവന് ഹോണടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ വനജ. അവൻ കാറ് സൈഡാക്കി നിർത്തി. അതിശയം പോലെ വനജ അവനെ നോക്കി. എന്നിട്ട് അവള് കുട്ടീനെ അവൻ്റെ കാറിൽ കിടത്തി. എന്നിട്ട് ശരത്തേട്ടാ എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങ് കരഞ്ഞു. അവൻ ചോദിച്ചു, നിനക്ക് സുഖാടി എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ മറുപടി, എന്തു സുഖം, നിങ്ങളെയും മനസ്സിലാലോചിച്ച്, നിങ്ങളെയും മനസ്സിലിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കിടക്കാൻ. എൻ്റെ വിധി. അപ്പോൾ ശരത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ കുട്ടീനെ സ്വന്തം കുട്ടിയെപ്പോലെ കാണാൻ കഴിയുമോ? എങ്കിൽ
ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് ആശയുണ്ട്. ചെറുപ്പത്തിൽ മുതലുള്ള ആശയം. ഒരു ദിവസം മതി. ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാം ഒരവസരം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാം. നിങ്ങളെയാണ് എനിക്കിഷ്ടം. അങ്ങനെ എന്ത് പറയണമെന്ന് അവനറിയില്ല. അവൻ അവളെയും കാറി കെട്ടി മാമൻ്റെ വീട് വരെ പോയി. അവളെ ഇറക്കി വിട്ടു. അവളോട് ബായ് പറഞ്ഞു വന്നു. ഇതാണ് കഥ. എന്നിട്ട് ഇവൻ എന്നോട് ചോദിച്ചു, നീ എന്നൊന്ന് സഹായിക്കോടാ? ഞാൻ പറഞ്ഞു, എന്ത് സഹായിക്കണ്, എന്ത് സഹായം? ഒരു ലൈഫ്, അതായത് ഒരു ഭർത്താവ്, കുട്ടി, കാര്യങ്ങളൊക്കെ ഉള്ളൊരു പെണ്ണിനെ നീ ചാടിക്കുക, നീ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ ചാടിച്ച് ഇത് കൊണ്ടുവരിക, അതിന് ഞാൻ കൂട്ടു നിൽക്കേ? ഇല്ല മോനെ, തല്ല് കിട്ടണ വഴി നീ വിചാരിക്കണ പോലെ അത്ര എളുപ്പക്കാര്യം വിചാരിച്ചാ ഒരു സുഖം ഉണ്ടാവില്ലട്ടാ. ആകെ പ്രശ്നങ്ങളാവും. അപ്പം അവൻ പറഞ്ഞു, ഈ ലോകം തന്നെ എതിരുന്നോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് അവളോടൊത്ത് ജീവിക്കണം. എനിക്ക് അത്ര ഇഷ്ടം അവളെ. അവൾക്ക് ഇനി ഞങ്ങളുടെ സ്നേഹം സത്യ. അതിൽ ആരെ വഞ്ചിക്കുന്നോ, ആരെ തഴയുന്നോ എന്നൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ സ്നേഹം അന്നത്തെ ആ സ്നേഹം, കുട്ടിയായുള്ള ആ സ്നേഹം അല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് സ്നേഹിച്ച് തീർക്കണത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് തീർക്കുക, എന്താ ചായ്ക്കോ, എന്നോട് പറയണ്ട, ഞാനിട്ടതിനില്ല, നീയായി, നിൻ്റെ പാടായി, എന്താ ചായ്ക്കോ മോനെ, എന്നെ വിട്ടോ. അപ്പോൾ ശരത്ത് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ രക്ഷിക്കടാ, നീ ഒന്ന് നാളെ എൻ്റെ കൂടെ ഒന്ന് വാ, എന്നിട്ട് അവളെന്ന് കാണും, അവളോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് നമുക്കൊരു തീരുമാനം. ഈ ശരി, നാളെ നിൻ്റെ കൂടെ വരാം, അവളുടെ ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പിറ്റേ ദിവസം അവൻ്റെ കൂടെ കാറിൽ ഞാനും കൂടി പോയി. പെരിങ്ങോടാണ് സ്ഥലം. അവിടെ പോയിട്ട് അവൻ വിളിച്ചു കൊടുക്കും. അവൻ വിളിച്ചു കൊടുത്തിട്ട് അവളോട് ഞാൻ ചോദിച്ചു, നീ ചെയ്യണത് എന്താ, നിനക്കറിയുന്നുണ്ടാ? നിനക്കൊരു കുടുംബമില്ലേ, ഭർത്താവില്ലേ, കുട്ടികളില്ലേ? കുട്ടിയില്ലേ? ചെറിയ കുട്ടിയല്ലേ, ഇപ്പോൾ 1 വയസ്സായിണ്ടോ കുട്ടിക്ക്? ചെറിയ കുട്ടി, കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് നീ ഇതിന് നിന്നാലോ എങ്ങനെയാ? അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താന്ന് വെച്ചു. അപ്പം ഞാൻ പേര് പറഞ്ഞു. പിന്നെ അവൾ ചോദിച്ചു, നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എന്ന്. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ലത്, ചങ്കിൻ്റെ ഈ ഭാഗത്തൊരു വേദന ഉണ്ട്. ആ വേദന പോവാൻ കുറച്ച് പാടാ. കരഞ്ഞാലും, എത്ര തന്നെ കരഞ്ഞാലും ആ വേദന പോവില്ല. അതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അപ്പം ഞാൻ ശരത്തിനോട് പറഞ്ഞു, എല്ലാവരും എതിരാവും, എന്താ സംഭവിക്കാന്ന് വരെ നമുക്കറിയില്ല. കാരണം
ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് നീ വിളിച്ചു കൊണ്ടുവരുന്നത്. ഒരു ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. ഇതൊക്കെ നീ മനസ്സിലാക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ എതിർത്തോട്ടെ, എനിക്ക് എല്ലാറ്റിനും വലുതവളാ. അങ്ങനെ ശരത്ത് അവൻ്റെ ഇവളായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കണമെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് ചാടിക്കണം. വീട്ടിൽ നിന്ന് ചാടിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരറിയാതെ രാത്രി പോയിട്ട് പൊക്കണം. അതിനുള്ള ഏർപ്പാടുകളായി. എന്നോട് മാത്രമേ പറയാൻ അവന് പറ്റുള്ളൂ. അവൻ്റെ എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു. എൻ്റെ ഇവിടുന്ന് തൽക്കാലം അവർക്ക് ഇവിടുന്ന് മദ്രാസിലേക്ക് മുങ്ങാനായിരുന്നു അവിടെ പരിപാടി. മദ്രാസിൽ എൻ്റെ ഒരു മാമനുണ്ട്. ആ മാമന് ഒരു വീടുണ്ട് അവിടെ. ആ വീട്ടിൽ മേലെ അവർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ മാമനോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ഒരു സെക്ഷൻ വാടകയ്ക്ക് കൊടുക്കാൻ എൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് മാമനോട് ഞാൻ മേടിച്ചു. ടോൾ ഗേറ്റിലുള്ളൊരു മാമനുണ്ട്. മാമൻ്റെ കയ്യിൽ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയൊക്കെ അവർക്ക് കൊടുത്തു. അങ്ങനെ ഇവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എടുത്ത കാറ് വിറ്റു, ഇവൻ പറമ്പ് വിറ്റു, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റു എല്ലാ പൈസയ്ക്ക്. അവൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഇതെന്തിനാണിത്? അവൻ അവിടുത്തെ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ്റെ കമ്പനി കാര്യങ്ങൾ ഒന്നും ഒരു പ്രശ്നമില്ല. എല്ലാം ഞാൻ അവരൊക്കെ വിളിക്കുന്നുണ്ട്. അവരൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ വിറ്റിട്ട് കാശാക്കണത്? എന്തിനാണ് അവൻ കാറ് വിൽക്കണത്? എന്തിനാണ് അവൻ പറമ്പ് വിൽക്കണത്? ഒന്നിനും എനിക്ക് മറുപടിയില്ല, അവനും മറുപടിയില്ല. അങ്ങനെ ജനുവരിയിൽ ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു അവളെ വീട്ടിൽ നിന്ന് ചാടിക്കാൻ. അവളോട് പറഞ്ഞു, എല്ലാം പ്ലാൻ ചെയ്തു. തലേ ദിവസം രാവിലെ ചെന്നു. അവൻ എല്ലാം കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ഇങ്ങനെ രാത്രി ഞങ്ങൾ വരും, രാത്രി ഒരു 12:30 മണിക്ക് ഞങ്ങൾ വരും. വരുമ്പോൾ നീ വാതിൽ തുറക്കണം, ഇങ്ങനെ സിഗ്നൽ തരാം, വാതിൽ തുറക്കണം, നീ വരണം. കുട്ടിക്ക് എനിക്ക് എന്തെങ്കിലും സ്ലീപ്പിംഗ് പിൽസാ എന്തെങ്കിലും അവൻ കൊടുത്തു. ഒരു സ്ലീപ്പിംഗ് പിൽസ് ഇട്ട് ചെറുതെന്തോ കൊടുത്തു. അത് പാലിൽ കൊടുക്കണം. അതൊരു കുട്ടി ഉറങ്ങിക്കോളും. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നിൻ്റെ സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തോ. തൽക്കാലം നമുക്ക് കുറച്ച് കാലം മദ്രാസിലേക്ക് പോയിട്ട് ജീവിക്കാം. അങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ ഏർപ്പാടാക്കി. അങ്ങനെ ഇവൻ ശരത്ത് ഇവളെ വിളിക്കാൻ വേണ്ടിയിട്ട് രാത്രി 12 മണിക്ക്. അപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പിൽ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, മണികണ്ഠൻ. അവൻ കാർ ഡ്രൈവ് ചെയ്യും. അവനെയും വിളിച്ചു ഞങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കാർ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ആരോടും പറയരുത്, ശരത്തേട്ടൻ ഇങ്ങനെ ഇതിന് പോവുകയാണ്, അതായത് ഇങ്ങനെ ഒരു പെണ്ണിനെ ചാടിക്കാൻ പോവുകയാണ്. ശരത്തേട്ടൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു പെണ്ണാണ്, അതിനെ ചാടിക്കാൻ പോവുകയാണ്, നീ ആരോടും പറയരുത്. അപ്പം ആകെ ഭയങ്കര ഇൻട്രസ്റ്റായി. അതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നമുക്ക് ചാടിക്കാം, അതാണ് രാത്രി ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റുള്ള കാര്യമില്ലേ, അതാണ് സ്നേഹിക്കുന്ന മനസ്സല്ലേ, അതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെത്തി പെരിങ്ങോട്ട്. ഒരു 2-2:30 പെരിങ്ങോടെത്തി. പെരിങ്ങോട് ഇവൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഈ വരമ്പ് കിടന്ന അവളുടെ വീടായി, ഞാൻ അവളെ വിളിച്ച് വരാമെന്ന് പറഞ്ഞു. കാർ അങ്ങോട്ട് പോവില്ല, അപ്പോൾ ഞാൻ വിളിച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവളുടെ വീട്ടിലേക്ക് പോയി. 2:30 പോയ ആൾ ഒരു 4 മണിയായിട്ടും ആളെ കാണാനില്ല. ഞങ്ങൾ എന്താ എവിടെ എത്ര വെയിറ്റ് ചെയ്തിട്ടും കാണില്ല. ഞങ്ങളിങ്ങനെ
ഇതിൻ്റെ വക്കത്തില്ല. അത് ഈ കൂരിയിട്ടുള്ളൊരു കാറ് വിട്ട് റോഡ് സൈഡിൽ, അതായത് ഒരു റോഡിൽ നിന്ന് ഒരു ഇടവഴിയിൽ വക്കത്ത് പിന്നെ മാമൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വണ്ടി ഇട്ട് നിൽക്കുക. മണികണ്ഠൻ്റെ ദേഷ്യം പിടിച്ചു. അവൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇയാളെവിടെ, ഇത് 2 മണിക്കൂറായല്ലോ, കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു 3 മണിക്കൂറായല്ലോ. എന്നിട്ട് അവസാനം ഇപ്പം പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു കേട്ടോ. അവൻ കിടന്നുറങ്ങി, കാറിൽ കിടന്നുറങ്ങി. ഞാനെന്താ എവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് 4:30, 5 5:30, 6 മണി, 5:45 ആയി. അപ്പോഴത്തേനും ഇങ്ങനെ നേരം വെളുത്തു തുടങ്ങി. ആളുകൾ പാലുകേരി പോയി തുടങ്ങി. ഏതൊക്കെ വയസ്സന്മാർ ചായ കുടിക്കാതെ ഇതിലും പോക്കുണ്ട്, ഇതുണ്ട്. ഇവരാൾക്കാർ വല്ല പിടിച്ച് കെട്ടിയിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തോ എന്താ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പോയി വേഗം ഇങ്ങനെ ഇത് കടന്നു. ചെറിയ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വന്നു തുടങ്ങിയുള്ളൂ. ഞാൻ വരമ്പ് ഇറങ്ങി പോയിട്ട് നോക്കുമ്പോൾ ഈ വീടിൻ്റെ ചുറ്റോറം നടന്നു. വീട്ടിൻ്റെ ചുറ്റോറം നടന്നിട്ട് ആരുമില്ല, എവിടെയും ഒരാൾ പോലും ഇല്ല, ഒരാൾ അനക്കാവൊന്നുമില്ല. അങ്ങനെ തിരിഞ്ഞ് നടന്നു. ഇവിടെ എന്താ ചെയ്യിച്ചിട്ട് തിരിഞ്ഞ് നടക്കാൻ നേരത്ത് തൊഴുത്തുനിന്ന് പശു ബാന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ തൊഴുത്തിൻ്റെ കോലായിൽ തൊഴുത്തിനൊരുക്കുന്ന നല്ല നീളത്തിലൊരു കോലായുണ്ട്. ആ കോലായിലുണ്ട് ഇവൻ തളർന്നിരിക്കുന്നു. ഇതെന്താണത് ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നാണ്ട് കണ്ടറിഞ്ഞ ഉറക്കാണ്ട് കരയിൽ തുടങ്ങി. എന്തപ്പോൾ ഈ കരയണപ്പോൾ ഉറക്ക കരയിൽ തുടങ്ങി. അവനാകെ തളർന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ അവനെയും പിടിച്ച് കാറിൻ്റെ അടുക്കി കൊടുത്തു. കാറിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ മണികണ്ഠൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശരത്തേട്ടാ, ഓള് വന്നില്ലേ, എന്തുണ്ടായി? ഇതിനൊന്നും ഇവന് ആൻസറില്ല, ഇവനൊന്നും മിണ്ടുന്നില്ല, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കാറിൽ അവനെയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് അവൻ്റെ വീട്ടിലേക്ക് അവനെ ആക്കി, എൻ്റെ വീട്ടിലേക്ക് ഞാനും പോയി. അങ്ങനെ ഇതെന്തപ്പോൾ ഇത് സംഭവം എന്താണെന്ന് അറിയണല്ലോ ഇപ്പോൾ ഇത്. അങ്ങനെ ഞാൻ ഒരു 11 മണിക്ക് ഇവൻ്റെ വീട്ടിലേക്ക് പോയി. പോയപ്പോൾ പിന്നെ അമ്മോട് ചോദിച്ചു, ശരത്തില്ലേ അവിടെ എന്ന് ചോദിച്ചു. ആ ശരത്തിൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങാണ്, നീറ്റില്ലേ കുട്ടിയെ? അല്ല, ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ വാല് തുറന്നു ഉള്ളിൽ കയറി ഇവനെ വിളിച്ചു. അപ്പോഴും അവൻ കരയാൻ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മതിയടാ, അത് എന്താന്ന് ചോദിച്ചത് നീ പറയ്, എന്താണെന്നുള്ളത് പറയല്ലാതെ എന്താണിത്, വെറുതെ ഞാൻ എന്നെയൊക്കെ കോലം കെട്ടിപ്പിച്ചിട്ട് വെറുതെ. അപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ പറയാം, പക്ഷെ നീ ആരോടും പറയരുത് എന്താണെന്നുള്ളത്. ഈ കഥ നീ പറഞ്ഞാലും ആരോടും നീ എന്താ സംഭവിച്ചെന്ന് പറയരുത്. എനിക്ക് ഗോഡ് പ്രോമിസ് തരണമെന്ന്. നിൻ്റെ ഒരു ഗോഡ് പ്രോമിസ് കയ്യാട്ടറാന്ന്. അങ്ങനെ അവൻ്റെ കയ്യിൽ ഞാൻ ഗോഡ് പ്രോമിസ് കൊടുത്തു. അവന് ആ രഹസ്യം എന്നോട് പറഞ്ഞു, എന്താണ് അവൾ വരാത്തത്, അല്ലെങ്കിൽ എന്താണെന്ന് അവിടെ സംഭവിച്ചത്. അവൻ എന്നോട് പറഞ്ഞു, അതൊരു ഗോഡ് പ്രോമിസ് അല്ലേ. അവനെന്നോട് അത്രയും വിശ്വസിച്ച് പറഞ്ഞതല്ലേ അത്. അതെങ്ങനെ ഞാൻ നിങ്ങളോട് പറയും? അതിനാൽ അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിക്കും. ഞാൻ ധർമ്മേട്ടൻ. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.